മന്ത്രി വരിക. കൽപ്പിച്ചാലും മഹാരാജാവേ. എന്താണ് കോട്ടാറിൽ നിന്നുള്ള വിവരങ്ങൾ? ക്ഷമിക്കണം മഹാരാജൻ, ദുഃഖം നിറഞ്ഞ വാർത്തകളേ ഉള്ളൂ. ഞാൻ നേരിട്ട് പടവായിക്കും. നാം തോറ്റു പിന്മാറുകയാണ്. നമ്മുടെ 6000-ൽ പരം സൈനികർ കൊല്ലപ്പെട്ടു. ഇങ്ങനെ പോയാൽ നമ്മൾ വിജയനഗര ചക്രവർത്തിയുടെ മുൻപിൽ അടിമകളാകും. ഇല്ല സൈന്യാധിപ, അടിയൻ. എന്റെ തേരും രാജസൈനികരും തയ്യാറാവുക. ഞാൻ നേരിട്ട് സമരമുഖത്തേക്ക് പോവുകയാണ്. വിജയനഗര ചക്രവർത്തിയെ കീഴാളരായി ജീവിക്കാൻ ഞാൻ ഉണ്ടാവില്ല. അവരുടെ അടിമകളായി ജീവിക്കാൻ എന്റെ ജനങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല. തോൽക്കുന്നതിൽ ഭേദം യുദ്ധഭൂമിയിൽ പടപൊരിഞ്ഞ് മരിക്കുന്നതാണ്. എൻ്റെ ചാത്തന്മാർ അവരെ വെറുതെ വിടില്ല. ചാത്തന്മാരെ, എൻ്റെ കോട്ടാറിനെ കാത്തോണേ. മൂഢ, പോ. കോട്ടാറിന്റെ ഭരണം തന്നെ ഏൽപ്പിച്ചത്, എന്നിട്ട് ചാത്തൻ സേവ നടക്കുന്നു. എൻ്റെ ചാത്തന്മാരെ, കോട്ടാറിനെ കാത്തോണേ, രക്ഷിക്കണേ എൻ്റെ ചാത്തന്മാരെ. ചാത്തന്മാരെ പറ്റി ഇനി ഒരക്ഷരം മിണ്ടരുത്. സഹോദരി പുത്രനായതുകൊണ്ടാണ് കോട്ടാറിന്റെ ഭരണം തന്നെ ഞാൻ ഏൽപ്പിച്ചത്. ഒരു ചാത്തൻ സേവൻ ഇങ്ങനെ പോയാൽ കോട്ടാറിൽ നാളികേരത്തിന്റെ കണക്കെഴുന്ന കാര്യത്തെ പണിയെ തനിക്ക് കാണും. സുഹൃതക്ഷയം എന്നല്ലാണ്ട് എന്താ പറയാ? ചതിച്ചോ എൻ്റെ മഹാരാജാവേ, കോട്ടാറിൽ നിന്ന് ഒരു സന്തോഷ വർത്തമാനം. എന്താണ് ആ സന്തോഷ വർത്തമാനം സൈനിക വരിക? വിജയനഗരത്തിലെ പാണ്ഡിപ്പട പിൻവാങ്ങി. കോട്ടാർ രാജ്യം ഇനി അങ്ങേക്ക് സ്വന്തം. ജഗദീശ്വരന്മാരെ, ഇതെങ്ങനെ സംഭവിച്ചു? പറയൂ ആ സന്തോഷ വർത്തമാനം. പാണ്ഡിപ്പട മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവ്യപുരുഷൻ അവരോട് പറഞ്ഞു, യുദ്ധം വേണ്ട, ഭൂമിയിൽ സമാധാനം വേണം. ആ തേജോമയ വലയത്തിന് മുന്നിൽ തോറ്റ് പാണ്ഡിപ്പട പിൻവാങ്ങി. ഇപ്പൊ മനസ്സിലായോ എൻ്റെ ചാത്തന്മാരുടെ ശക്തി? നാവടക്ക് ശുംഭ, തന്റെ ചാത്തന്മാർ. സൈനിക ശ്രേഷ്ഠ, പറയുക, ആരാണ് ആ സൈനിക ശ്രേഷ്ഠൻ? തീർച്ചയായും അദ്ദേഹം ഒരു സൈനികനല്ല, മഹാ തേജസ്സാണ് ആ മുഖത്ത് കാണുന്നത്. മുൻപെങ്ങും ഇവിടെ കണ്ടിട്ടില്ല. അദ്ദേഹം അങ്ങയുടെ മുഖം കാണാൻ കൊട്ടാരവാതിക്കൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ആചാരപൂർവ്വം സ്വീകരിച്ചു കൊണ്ടുവരൂ. റാണി, പറയൂ, അദ്ദേഹത്തെ നാം എങ്ങനെ സ്വീകരിക്കണം? അമാന്തിക്കാൻ എന്തിരിക്കുന്നു? സ്വർണം കൊണ്ട് ചാത്തന്മാരുടെ 2 രൂപങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുക. മിണ്ടരുത് മഠയാ, മിണ്ടാതെ ഒരു മൂലക്കിരുന്നോ. ഉപചാരപൂർവം സ്വീകരിക്കാം. അന്തപുരത്തിൽ കേമന്മാരായ പാചകക്കാരുണ്ട്. നല്ല പാനീയങ്ങളും രുചികരമായ ഭക്ഷണങ്ങളും ഉണ്ടാക്കാം. വേഗം വേണം, എനിക്ക് വെപ്രാളമാകുന്നു. നമ്മുടെ കൊട്ടാര കലാകാരന്മാർ വാദ്യമേളങ്ങൾ മുഴക്കട്ടെ, നർത്തകിമാർ നൃത്തം ചെയ്യട്ടെ. ആവാം, അദ്ദേഹത്തെ കാണാൻ എനിക്ക് തിടുക്കമാകുന്നു. നമ്മുടെ കൊട്ടാരം നർത്തകികളോട് തയ്യാറാകാൻ പറയൂ. വേണാട് രാജകൊട്ടാരത്തിലേക്ക് അങ്ങേക്ക് സ്വാഗതം. സന്തോഷം മഹാരാജൻ. പാണ്ഡിപ്പട വേണാട് രാജവംശത്തെ നശിപ്പിക്കാനായി ഒരു വൻ സൈന്യവ്യൂഹത്തെ അയച്ചു. കോട്ടാറിൻ്റെ ഒരു ഭാഗം കീഴടക്കി. 5000-ൽ പരം സൈനികർ വീരമൃത്യു വരിച്ചു. കോട്ടാർ അവർ കീഴടക്കുമായിരുന്നു. താങ്കൾ ഈ രാജ്യത്തെ രക്ഷിച്ചു. അവർ അങ്ങേക്ക് മുന്നിൽ കീഴടങ്ങി. ഇതെല്ലാം അങ്ങേക്ക് എങ്ങനെ കഴിഞ്ഞു? എല്ലാം ദൈവകൃപ. ദൈവത്തിൻ്റെ കരങ്ങളാണ് അതിനു പിന്നിൽ. താങ്കൾ ആരാണ്? ഏത് ദേശക്കാരനാണ്? ഫ്രാൻസിസ് സേവ്യർ എന്നാണ് എൻ്റെ പേര്. റോമിൽ നിന്നാണ് ഞാൻ വരുന്നത്. സ്പെയിൻ എന്ന ഒരു രാജ്യമുണ്ട്, അവിടുത്തെ നവാരെ ആണ് എൻ്റെ ജന്മസ്ഥലം. അങ്ങയുടെ വരവിനാൽ ഈ രാജ്യം സമ്പന്നമായിരിക്കുന്നു. അങ്ങ് ഈ രാജ്യത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഈ വേണാട് സ്വരൂപം നശിച്ചു പോയേനെ. എല്ലാം ദൈവനിശ്ചയമാണ്. വേണാട് രാജാവിനെ മുഖം കാണിക്കുക എന്നതും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ആരവിടെ? ഇദ്ദേഹത്തിൻ്റെ ക്ഷീണമകറ്റാനായി വിശേഷപ്പെട്ട പാനീയങ്ങൾ കൊണ്ടുവരൂ. മഹാത്മൻ, അങ്ങയുടെ ആനന്ദത്തിനായി നമ്മുടെ കൊട്ടാര നർത്തകിമാരുടെ ഒരു നൃത്തം കാണുന്നതിൽ വിരോധമുണ്ടോ? ആയിക്കോട്ടെ. മഹാരാജാവിൻ്റെ കലാവൈഭവത്തെപ്പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മന്ത്രി വരിക, കൊട്ടാരം നർത്തകിമാരോടും ഗായക സംഘത്തോടും വരാൻ പറയൂ.
നൃത്തം ആരംഭിക്കട്ടെ. தந்தது ஆடல் கலையே தேவன் தந்தது தேவனின் ஆடலில் தான் ஜீவன் வந்தது தேவனின் ஆடலில் தான் ஜீவன் வந்தது ஆடல் கலையே தேவன் தந்தது தேவன் தந்தது மல்லிகையை வெண்சங்காய் வண்டினங்களூதும் மெல்லிசையின் ஓசை போல் மெல்லச் சிரித்தாள் மல்லிகையை வெண்சங்காய் வண்டினங்களூதும் மெல்லிசையின் ஓசை போல் மெல்லச் சிரித்தாள் வண்ண வண்ண மேலாடை வண்ண வண்ண மேலாடை புனைந்தாடும் பைங்கிளிமான் கூட்டம் மயங்க தாவி தாவி தான் வந்தாள் வண்ண வண்ண மேலாடை புனைந்தாடும் பைங்கிளிமான் கூட்டம் மயங்க தாவி தாவி தான் வந்தாள் ஆடல் கலையே தேவன் தந்தது தேவனின் ஆடலில் தான் ஜீவன் வந்தது ஆடல் கலையே தேவன் தந்தது தேவன் தந்தது അതിമനോഹരമായിരിക്കുന്നു. ഏറെ നാൾ താങ്കൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ന് രാത്രി അത്താഴം ഒരുമിച്ചാകാം. ആട്ടെ, താങ്കളുടെ വരവിൻ്റെ ഉദ്ദേശം വിശേഷിച്ച് എന്തെങ്കിലും? താങ്കളുടെ നാട്ടിലും ഈ ഭാരതത്തിലെങ്ങും പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ആദര സേവനങ്ങൾ ചെയ്യുകയും ദൈവത്തിൻ്റെ വഴികൾ പറഞ്ഞു കൊടുക്കുകയുമാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം. വളരെ നല്ല കാര്യം. അതിനായി കൊട്ടാരത്തിൽ നിന്ന് 2000 പൊൻപണം അനുവദിച്ചിരിക്കുന്നു. എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. താങ്കളെപ്പറ്റി വ്യക്തമായി ഒന്നും പറഞ്ഞില്ല. ഞാനൊരു ഈശോ സഭാ പുരോഹിതനാണ്. ഇഗ്നേഷ്യസ് ലൊയോളയാണ് അത് സ്ഥാപിച്ചത്. അദ്ദേഹമാണ് എൻ്റെ ഗുരു. ധന്യാത്മാവേ, എല്ലാം വിശദമായി പറയൂ. ഉത്തര സ്പെയിനിൽ പുസക്കോവ എന്ന സ്ഥലത്ത് പ്രൗഢഗംഭീരമായ ഒരു മാളികയുണ്ട്. ലൊയോളയിലെ പ്രഭുവായ ഡോൺ ബെൽട്രോമിൻ്റെയും മറീന ദെലിക്കോയുടെയും 13ാമത്തെ പുത്രനായി ഇഗ്നേഷ്യസ് ലയോള എന്ന ഇനിഗോ പിറന്നു. അദ്ദേഹത്തിന് ആയോധന കലകളും കായിക അഭ്യാസവുമായിരുന്നു ഏറെ ഇഷ്ടം. ഈ മഹാരാജാവിന്റെ ചെയ്തികളും മറിച്ചായിരുന്നില്ല. പിന്നീട് അദ്ദേഹം എങ്ങനെയൊരു പുരോഹിതനായി? നമ്മൾ ഒന്ന് തീരുമാനിക്കും. പക്ഷേ ഓരോ ജീവനുകളിലും ദൈവത്തിൻ്റെ കരസ്പർശമുണ്ടാകും. ഫ്രഞ്ച് സൈന്യം ബാബിലോണിയെ ആക്രമിച്ചു. നിത്യനാഥ, അങ്ങയുടെ സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരുടെ സമക്ഷം ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ എൻ്റെ വഴികളിൽ എന്നെ നയിക്കുക.
പാബ്ലോനെ കൈവിടാതിരിക്കാൻ എന്നെ പ്രാപ്തനാക്കണേ. പ്രഭോ, ഇനീഗോ പ്രഭോ, എന്തു പറ്റി സുഹൃത്തെ? പാബ്ലോനെ ഇനി ഫ്രഞ്ച് അധീനത്തിലാകും. അവരുടെ സൈന്യം ഇങ്ങ് അടുത്തിരിക്കുന്നു. ഇല്ല, അത് അനുവദിച്ചുകൂടാ. സ്പെയിനിന്റെ സ്വത്തൊക്കെ വിദേശത്തേക്ക് കടത്തുന്നു, അങ്ങ് പാരീസിലേക്ക്. നമ്മുടെ പടയാളികളോട് തയ്യാറാകാൻ പറയൂ. എന്തു പറ്റി ഇനീഗോ? ഇതാ നിനക്കുള്ള ഭക്ഷണം. ഒന്നിനും നേരമില്ല മഗ്ദല്ല, ഞാൻ യുദ്ധഭൂമിയിലേക്ക് പോകുകയാണ്. തിടുക്കപ്പെട്ട എങ്ങോട്ടായി ഓട്ടം? ഫ്രഞ്ച് സൈന്യം പാബ്ലോണയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പിതാവിന്റെ അനുഗ്രഹങ്ങളുമായി ഞാൻ പോകുന്നു. ദൈവമേ, ഒരാപത്തും ഉണ്ടാകരുതേ. മഗ്ദലന പ്രാർത്ഥനയിലാണോ? സമീന, ഇനീഗോയ്ക്കും ബാബിലോൺ നഗരിക്കും വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ? ചാൾസ് ചക്രവർത്തിയുടെ സഹോദരി ഇനീഗോയുടെ പ്രിയതമ കാത്തലീന ഇനീഗോയെ കാണാനായി വന്നിരിക്കുന്നു. വരാൻ പറയൂ. എനിക്ക് ഇനീഗോയെ കാണണമായിരുന്നു. ക്ഷമിക്ക കാത്തലീന, എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഇനീഗോ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചിരിക്കുക. എപ്പോൾ തിരികെ എത്തുമെന്നറിയില്ല. നീ ഇരിക്കെ. വെലാക്കസ് പ്രഭുവിന്റെ കൊട്ടാരത്തിൽ ആയുധ പരിശീലനം നടത്തുന്ന സമയത്ത് നിന്നെ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ ഇനീഗോ പറയുമായിരുന്നു. അന്ന് ഈ കൊട്ടാരത്തിലേക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്റെ കൊട്ടാരം പോലെ സുന്ദരമല്ല ഈ ലൊയോള കാസൻ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ എന്തു മനോഹരമാ. നീ ഇനീഗോയുടെ ഭാര്യയായി ഇവിടെ വരുന്ന കാര്യം ഞാൻ എത്ര സ്വപ്നം കണ്ടു. ഈ നശിച്ച യുദ്ധം ഒന്ന് അവസാനിച്ചാ മതിയായിരുന്നു. എല്ലാം ശുഭമാകും. എനിക്ക് ഇനീഗോയുടെ അച്ഛനെ ഒന്ന് കാണണമായിരുന്നു. തീർച്ചയായും. അകത്ത് വിശ്രമിക്കുകയാണ്. അല്പം അവശതയിലാണേ. എന്തു പറ്റി? ഒരു ദുഃഖവാർത്തയുണ്ടോ? പ്രഭുവിനെ അറിയിക്കാം. കാര്യം എന്തെന്ന് പറയൂ. സങ്കടമാണ്. യുദ്ധഭൂമിയിൽ ഇനിഗോയ്ക്ക് വെടിയേറ്റു. ദൈവമേ, എന്നിട്ട് ഇനീഗോ എവിടെ? സൈനികർ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന് വിശ്രമം ആവശ്യമാണ്. സ്വയം നടക്കാനാവില്ല. വേണ്ട സൗകര്യമൊരുക്കാൻ പറഞ്ഞു. സമീന, വേഗം വാ. മഗ്ദലന, നീ വിഷമിക്കാതിരിക്കൂ. വേദനിക്കുന്നുണ്ടോ? ഈ വേദനകളൊന്നും എന്റെ മനസ്സിനെ സ്പർശിക്കുന്നില്ല. കവർച്ചക്കാരെ നമ്മുടെ സ്പെയിനിന്റെ മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കുന്നത് എനിക്ക് കാണണം. കഴിയില്ല പ്രഭു. നമ്മുടെ കോട്ടയ്ക്ക് പുറത്തു പോലും ഫ്രഞ്ച് സൈനികർ പീരങ്കികൾ നിരത്തി കഴിഞ്ഞു. നമ്മുടെ പക്കൽ കുറച്ച് സൈനികർ മാത്രമാണുള്ളത്. എന്റെ മരണം അടുത്തെത്തിയിരിക്കുന്നു. അത് ഞാൻ മുന്നിൽ കാണുന്നു. ഇനിഗോ, നീ വിഷമിക്കാതിരിക്കെ. ദൈവം നമ്മെ കൈവിടിയില്ല. സ്പെയിൻ പാബ്ലോന നഗരം തിരികെ പിടിക്കുന്ന നാൾ വരും. സ്പെയിനിന്റെ രാഷ്ട്രീയത്തോട് ഞാൻ വിട പറയുന്നു. ഈ തകർന്ന കാലിനൊപ്പം നിന്റെ മനസ്സും തകർന്നുവോ? പാടില്ല. എന്റെ വീഴ്ച എന്റേത് മാത്രമാണ്. എന്റെ കാൽ തകർത്തത് ഞാൻ തന്നെയാണ്. എനിക്ക് ഈ ലോകത്തോട് വിട പറയാനുള്ള കാലമായിരിക്കുന്നു. അങ്ങേക്ക് അന്ത്യകൂദാശ നൽകാനായി ഫ്രഞ്ച് സൈന്യാധിപൻ പുരോഹിതരെ അയച്ചിരിക്കുന്നു. അവരോട് വരാൻ പറയൂ. ഈ മകൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പൂർണ്ണമായ വിടുതൽ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഹനത്തിൻ്റെ വേളയിൽ ഇദ്ദേഹത്തിന് ശക്തിയും ധൈര്യവും നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇനീഗോ, നീ നന്നായി ഉറങ്ങി. അവരൊക്കെ പോയോ? ആര്? സ്വപ്നത്തിൽ നിന്നിറങ്ങി വന്ന മാലാഖമാർ. നീ എന്തൊക്കെ പിച്ചയും പെയ്യുമാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
എനിക്ക് വായിക്കാൻ കുറെ പുസ്തകങ്ങൾ തരൂ, വീരന്മാരുടെ സാഹസത്തിന്റെ കഥകൾ. അതൊന്നും ഇവിടെയില്ല. ഈ സമയത്ത് നീ വായിക്കേണ്ടത് ഭക്തി പുസ്തകങ്ങളാണ്. എന്ത് പുസ്തകമാണിത്? കർത്താവിന്റെ ജീവചരിത്രം. ഇത്തരം പുസ്തകങ്ങളൊന്നും വായിച്ചാൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. പിന്നെ എന്ത് പുസ്തകങ്ങളാണ് നിനക്ക് വേണ്ടത്? ധീര യോദ്ധാക്കളുടെ ചരിത്ര കഥകൾ. ഇനീകോ, നീ രോഗാതുരനാണ്. നിന്റെ ഒരു കാലിനും ചലിക്കില്ല. അംഗവൈകല്യമുള്ള ഒരുവനായി എനിക്ക് ലോകത്ത് ജീവിക്കണ്ട. ദൈവഹിതം എന്തോ അതിനായി നാം നമ്മളെ സമർപ്പിക്കുക. എനിക്ക് ഉറക്കം വരുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ ഇതെടുത്ത് വായിക്കുക. ദൈവത്തോടൊപ്പം നാം നേടിയ ജീവിതം ഒന്നുമല്ലല്ലോ. കാണാതെ പോകരുതൊന്നും ഈ വിണ്ണിൽ, യുദ്ധമില്ലാത്ത ലോകമുണ്ടാകണം. യുദ്ധമില്ലാത്തൊരു ലോകമുണ്ടാകണം. ദൈവത്തിൻ പാതകൾ തേടേണം നമ്മൾ. നാം എന്തെന്നറിയാതെ പോകുന്ന നേരത്ത് ദൈവത്തിൻ പാതകൾ തേടേണം നമ്മൾ. എന്താ സേവിയറെ, ക്ലാസ് ഇല്ലേ? ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല. എന്ത് പറ്റി? ഡ്യൂക്ക് ബെൻസാലോ കോളേജ് സന്ദർശിക്കുന്നു. അതുകൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ആഴ്ച ക്ലാസ് തീരും. ഇനി എന്താ പരിപാടി? എനിക്ക് ഇനിയും ഉന്നത ബിരുദങ്ങൾ നേടണം. ഒരു കോളേജ് അധ്യാപകനാകണം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് ഫലം? ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത്. ആരാ ഇത്? ഒരു പിച്ചക്കാരനെ പോലെ. ഇഗ്നേഷ്യസ് ലൊയോളയിലെ രാജകുമാരനായിരുന്നു. ഒരു യുദ്ധത്തിൽ കാലിന് വെടിയുണ്ടയേറ്റ് മാനസാന്തരം വന്ന ഒരു വലിയ മനുഷ്യൻ. എന്താ, അദ്ദേഹത്തോടൊപ്പം ചേരുന്നോ? എനിക്ക് കോളേജിൽ അധ്യാപകനാകണം. ഡ്യൂക്ക് ബെൻസാലോ വന്നെന്ന് തോന്നുന്നു. നാളെ കാണാം. ശരി. എന്താ സേവിയർ, എന്തു പറ്റി? ആകെ വല്ലാതിരിക്കുന്നുവല്ലോ. എനിക്കെന്തോ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നത് പോലെ. വരൂ സേവിയർ, നമുക്ക് ഈ ലോകത്തിന് നൽകാൻ ധാരാളമുണ്ട്. നമുക്ക് ഈ ലോകത്തെ പഠിക്കാം, പലതും പഠിപ്പിക്കാം. ഭൗതികമായ പലതും ഉപേക്ഷിക്കുക. ഭൗതിക ചിന്തകളാണ് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്. ആത്മീയമായ പാതകളിലേക്ക് തിരിയുക. ആ ലോകമാണ് സുന്ദരം. ഞാനും അങ്ങയുടെ വഴികൾ തേടുന്നു ഇഗ്നേഷ്യസ്. ഇഗ്നേഷ്യസ്, താങ്കളെ കാണാനായി ഫാദർ സേവിയർ കാത്തിരിക്കുന്നു. എവിടെ? താങ്കളെ പലയിടത്തും അന്വേഷിച്ചു, കണ്ടില്ല. വരാൻ പറയൂ. സേവിയർ, ദൈവനിമിത്തം നിന്നിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്?
നീ നിന്റെ വിളക്കാകുക. കിഴക്കൻ ദിക്കിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുക. അശരണരും ആലംബഹീനരും നിരക്ഷരും ഏറെയുള്ള സ്ഥാനമാണവിടെ. അക്ഷരജ്ഞാനവും ആത്മജ്ഞാനവും അവർക്ക് നൽകുക. കിഴക്കൻ ദേശത്തിന് വഴി കാണിക്കുക. എന്ന് പുറപ്പെടണം? കഴിവതും വേഗം. തരാനുള്ളത് ഈ ഒരു വേദപുസ്തകവും ഈ മരക്കുരിശും മാത്രം. യാത്രയാകുക. എനിക്ക് സന്തോഷമായി. വേനലും മഞ്ഞും മഴയുമായി കാലങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇഗ്നേഷ്യസ് ലയോള സ്ഥാപിച്ച ഈശോ സഭ അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികൾ ഭൗതിക ജീവിതം ഉപേക്ഷിച്ച് ആത്മീയ പാത സ്വീകരിച്ചു. ഇനീഗോയുടെ ദൈവ സന്ദേശവുമായി അവർ ഓടിക്കൊണ്ടേയിരിക്കുന്നു. മഹാപ്രതിബന്ധങ്ങളും പേമാരിയും യുദ്ധങ്ങളും കോളറയും വസൂരിയും കൊറോണയും സുനാമിയും മനുഷ്യരെ വിയർപ്പ് മുട്ടിച്ച കാലഘട്ടങ്ങളെയും കാലം തരണം ചെയ്തു. പ്രതിസന്ധികളിലെല്ലാം ഇനീഗോയുടെ പടയാളികൾ കൂടെയുണ്ടായിരുന്നു. നാളെ ഈ മഹാവിശുദ്ധന്റെ ഓർമ്മ ദിനമാണ്. യൂറോപ്പിന്റെ ഗുരുക്കന്മാരെന്ന് അറിയപ്പെടുന്ന ഈശോ സഭ നമ്മെ നയിക്കുന്നു. എല്ലാവർക്കും പ്രേരക ശക്തിയായി. ലോക നന്മയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.